വാരിയർ ബോംബ് നനഞ്ഞ പടക്കമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ. വസ്തുതർക്കത്തെ തുടർന്ന് ഭാര്യയുടെ സഹോദരിയാണ് പരാതി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 2015 ആരോപണം പോലീസും കോടതിയും തള്ളിയതാണ്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ വലിയൊരു ബോംബ് BJPക്കെതിരെ പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ നനഞ്ഞ ബോംബ്, ഈ നനഞ്ഞ പടക്കമാണ് BJPക്കെതിരെ ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് 2015 വസ്തുതർക്കത്തെ തുടർന്നുണ്ടായ കുടുംബ പ്രശ്നമാണ്. ആ കുടുംബ പ്രശ്നത്തെ പീഡന പരാതിയാക്കി അന്ന് തന്നെ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ മാറ്റാൻ, കോൺഗ്രസിന്റെ CPM-ന്റെ നേതാക്കൾ മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതി പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നതുമാണ്. അതിനുശേഷം ഈ ഒരു പശ്ചാത്തലത്തിൽ കോടതിയിൽ കേസാവുകയും 2225/2015 എന്ന കേസിൽ ഈ കോടതി തന്നെ ജഡ്ജ്മെന്റ് ഉണ്ട്. പ്രത്യേകിച്ച് വസ്തുതർക്കത്തെ തുടർന്നുണ്ടായ ഒരു തർക്കമാണ്. ആ തർക്കത്തിലാണ് C. കൃഷ്ണകുമാർ, BJP നേതാവായ C. കൃഷ്ണകുമാറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വ്യാജ പരാതി അദ്ദേഹത്തിന്റെ തന്നെ ഭാര്യയുടെ സഹോദരി നൽകിയത്. അത് കുടുംബ തർക്കത്തിലുണ്ടായ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു പരാതി നൽകിയത് എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവ് വലിയ തോതിൽ ഇപ്പോൾ ഒരു ബോംബ് പൊട്ടിക്കും, നാളെയും BJPക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിലുള്ള ബോംബ് പൊട്ടിക്കുമെന്ന തരത്തിലുള്ള നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉയർത്തിയതെങ്കിൽ അതെല്ലാം ഒരു നനഞ്ഞ പടക്കമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 2015 സംഭവം, ആ സംഭവത്തിൽ കുടുംബ തർക്കത്തിൽ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട സിവിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ പീഡന പരാതിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് പല ഘട്ടങ്ങളിലായി ഈ സ്ത്രീ C. കൃഷ്ണകുമാറിനെതിരെ BJP നേതാക്കൾക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അത് സംശയമില്ല, അത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴൊക്കെ സംഘടനാ തലത്തിൽ അതിൻ്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു, അന്വേഷണം ഉണ്ടായിരുന്നു, പോലീസിൻ്റെയും അന്വേഷണം ഉണ്ടായിരുന്നു, കോടതിയുടെ ഒക്കെ അന്വേഷണം ഉണ്ടായിരുന്നു. ഈ അന്വേഷണമൊക്കെ കൊണ്ടെത്തിച്ചത് കൃഷ്ണകുമാർ നിരപരാധിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ സ്ത്രീ ഉയർത്തുന്ന ആക്ഷേപം വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരുള്ള ആക്ഷേപം എന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് തന്നെയാണ് പുറത്തു വന്നത്. പോലീസിന്റെ അന്വേഷണത്തിലും അത്തരത്തിൽ തന്നെയാണ് കണ്ടെത്താൻ സാധിച്ചത്. സംഘടനാ തലത്തിൽ BJPക്കുള്ളിലും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചതും അത് തന്നെയാണ്. പക്ഷേ ഇതിനെയാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പാലക്കാട് തന്നെ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിൽ ഒരു അടിക്ക് മറ്റൊരടി തിരിച്ചു നൽകണ്ടേ എന്ന ചിന്തയിൽ ഒരു നനഞ്ഞ പടക്കവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ കളിച്ചത് BJP വിട്ടുപോയ സന്ദീപ് വാര്യർ എന്ന വ്യക്തിയാണ് എന്നത് തന്നെയാണ്. കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന സന്ദീപ് വാര്യറാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതെല്ലാം തട്ടിപ്പ് കഥയാണ്. നേരത്തെ ഈ വിഷയം സംഘടനാ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഈ BJPയുടെ ഭാഗമായി നിന്ന ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. ആ ഒരു കേസിനെയാണ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ള ശ്രമം സന്ദീപ് വാര്യർ നടത്തിയത്. അത് സന്ദീപ് വാര്യർ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് അത് ഏതോ വലിയ പടക്കം എന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന സാഹചര്യവുമുണ്ടായി. എന്തായിരുന്നാലും നിലവിൽ C. കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. നിലവിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് അത് തെറ്റാണ്. ഒപ്പം തന്നെ തനിക്കെതിരെ ഇപ്പോൾ അധിക്ഷേപം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് എന്നതാണ് നമുക്ക് രാഷ്ട്രീയമായി ഈ വിഷയം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ, ലൈംഗിക അതിക്രമ പരാതികളിൽ പ്രതിരോധിക്കാൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം നിലനിൽക്കുമ്പോൾ ഒരു സംഘടനാതല നടപടി എന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം പല ഘട്ടങ്ങളിലായി ഉണ്ടായി. അതുപോലും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചീത്തപ്പേരും കോൺഗ്രസിനുണ്ടായ അപമതിപ്പും അത് വലിയ രീതിയിൽ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ മറ്റു രാഷ്ട്രീയ നേതാക്കൾ, ഇതര രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJP ഏറ്റവും ശക്തമായ തട്ടകമാണ് BJPയുടെ. ആ തട്ടകത്തിൽ BJP നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉയർത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഇപ്പോൾ ഉയർന്നു വരുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സര രംഗത്ത് ഉണ്ടായത് C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJPയുടെ ശക്തനായ നേതാവായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പരാമർശവുമായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടുമായി ഈ സ്ത്രീയുടെ പരാതിയെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് കൃത്യമായി അതിൻ്റെ അന്വേഷണം
അന്വേഷണത്തിൽ വ്യക്തമായതും ഇത്തരത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുടുംബ പ്രശ്നത്തെ ചൊല്ലിയുണ്ടായ വസ്തുതർക്കത്തെ ചൊല്ലിയുണ്ടായ തർക്കം, ആ തർക്കം വൈരാഗ്യമായി മാറി പിന്നെ അതൊരു പീഡന പരാതിയായി നൽകുന്ന ഒരു സാഹചര്യവുമുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കോടതിയുടെ ഭാഗത്തു നിന്നും സംഘടനാ തലത്തിലും ഒക്കെ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൽ സി കൃഷ്ണകുമാർ കുറ്റക്കാരനല്ല എന്ന കൃത്യമായ തെളിവുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് നിലവിൽ രാഷ്ട്രീയമായി BJP പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോൾ എത്തിയ സന്ദീപ് വാര്യറും തമ്മിൽ നടത്തുന്ന ഒരു ഇടപാടാണ് ഈ ഒരു പീഡന പരാതി എന്ന ആക്ഷേപം ഉയർന്നു വന്നതിന് പ്രധാന ഘടകം എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിഖിൽ, വാര്യർ ബോംബ് നനഞ്ഞ പടക്കം എന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുകയാണ്. പീഡന പരാതി വ്യാജമാണ്. വസ്തുതർക്കത്തെ തുടർന്ന് ഭാര്യയുടെ സഹോദരിയാണ് പരാതി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 2015 ആരോപണം പോലീസും കോടതിയും തള്ളിയതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വിവരം നൽകാൻ പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ 2015 തള്ളിയ ഒരു, അതായത് അന്ന് കൊടുത്തൊരു പരാതി, അത് കോടതിയും പോലീസും തള്ളിയൊരു പരാതിയാണ്. അതാണ് ഇപ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിൽ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു സംഭവം നമുക്കറിയാവുന്നതാണ്. ഇത് 2015 സമാന രീതിയിൽ ഉന്നയിച്ചിരുന്നു, 2020 ഉന്നയിച്ചിരുന്നു. സി കൃഷ്ണകുമാർ എപ്പോഴൊക്കെ പാലക്കാട് അല്ലെങ്കിൽ മലമ്പുഴ ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമോ ആ മത്സരിക്കുന്ന കാലയളവിലൊക്കെ ഇത് പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടന്നിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സി കൃഷ്ണകുമാർ അദ്ദേഹം പാലക്കാട് BJPയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഈ വിഷയത്തിലെ ഒരു പ്രതികരണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം ഏതായാലും കോടതി തള്ളിക്കറഞ്ഞ ഒരു വിഷയം മാത്രമല്ല, ഇത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയോ അതല്ലെങ്കിൽ സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ള വിഷയം, അതിനെ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള സമാന പരാതി, ആ പരാതി അല്ലെങ്കിൽ ഒരു കേസ്, ആ കേസിനെ ഇത്തരത്തിൽ സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന സംഭവത്തെ ലൈംഗിക പീഡനം എന്ന രീതിയിൽ വളച്ചൊടിച്ച് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനെ ബോധപൂർവം മുക്കിക്കളയുക എന്നുള്ളതാണ് കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതേ വാർത്ത മുൻപ് പാലക്കാട് പ്രസ് ക്ലബിൽ വെച്ച് ഈ സി കൃഷ്ണകുമാറിന്റെ ഭാര്യ സഹോദരിയും അമ്മയും ചേർന്നുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് കണ്ടുകൊണ്ട് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും ആ വാർത്ത തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള വാർത്തയാണ് അന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേ മാധ്യമങ്ങൾ തള്ളിക്കളഞ്ഞ വാർത്തയാണ് ഇപ്പോൾ ഈ രാഹുലിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ വളരെയേറെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ കോടതി ഉത്തരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിരിക്കെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുപിടിച്ച വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ സന്ദീപ് വാര്യർ എന്ന BJP വിട്ടുപോയ മുൻ നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യവും പകൽ പോലെ വ്യക്തമാണ് എന്നുള്ളതാണ്. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഡിഫമേഷൻ കേസ് ഉൾപ്പെടെ ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് അവർ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സി കൃഷ്ണകുമാർ ഇപ്പോൾ പാലക്കാട് BJP ജില്ലാ കാര്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ വസ്തുതകളും മറ്റുമൊക്കെ നിരത്തിക്കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.